ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെയൊക്കെ നമ്മുടെ കല്യാണ സാരി സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇതൊരു കല്യാണ സാരി തന്നെയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ അവളുടെ ഡ്രസ്സ് അടിച്ചു മാറ്റി വീഡിയോ ചെയ്യുകയാണ്. അവൾ അങ്ങനെ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. സോ ഒരു റെഡ് ബ്രൈഡായിരുന്നു അവൾ. നല്ല എലഗൻ്റ് ആയിരുന്നു. സിമ്പിൾ സാരിയാണ്. അതിൻ്റെ ബ്ലൗസിൽ മാത്രമാണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരി എങ്ങനെ എലഗൻ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിരുന്നു സാരിയുടെ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നന്നായിട്ട് ത്രെഡ് വർക്കും ബീഡ് വർക്കും ഒക്കെയാണ് കൊടുത്തത്. പിന്നെ ഈ വളകൾ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സാരിയുടെ മാച്ച് ചെയ്തിട്ട് ഉള്ള വളകളും മാലയും കമ്മലും ഒക്കെയാണ് അവൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സാരീനെ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് ഡ്രേപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് നിവി ഡ്രേപ്പാണ്. സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ബ്രൈഡ്സും നിവി ഡ്രേപ്പ് തന്നെയാണ് സാരിയിൽ ചെയ്യുന്നത്. അപ്പം സാരി നമ്മൾ ബോക്സ് പ്ലീറ്റിംഗ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് പല്ലുമൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് നേരത്തെ മടക്കുകൾ കൂടെ തന്നെയാണ് ഞാൻ പല്ലു പ്ലീറ്റ് ചെയ്തെടുത്തത്. ചെറിയ പ്ലീറ്റ്സാണ് എടുത്തിട്ടുള്ളത്, വളരെ ചെറിയ പ്ലീറ്റ്സാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പ്ലീറ്റ് ചെറുതായിട്ട് വന്നപ്പോൾ കാണാൻ. പിന്നെ ആ ബ്ലൗസിൽ ഹെവി വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ സാരിയിൽ സിമ്പിളായിട്ടുള്ള വർക്ക് ഉള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പല്ലുമൊക്കെ ഞാൻ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. അത് പിന്നെ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം പിന്നെ താഴത്തെ പ്ലീറ്റിംഗ് ചെയ്തു. താഴത്തെ പ്ലീറ്റിംഗ് കുറച്ച് എനിക്ക് ശരിയായില്ല, ബട്ട് മാനേജ് ചെയ്തു. നമ്മൾ ബോക്സ് പ്ലീറ്റിംഗ് ചെയ്യുന്നത് പോലെയുള്ളൊരു പെർഫെക്ഷൻ എനിക്ക് കിട്ടിയില്ല, എന്നാലും മാനേജ് ചെയ്തു. അവിടെയും ബോക്സ് പ്ലീറ്റിങ്ങിൻ്റെ ആ മടക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് നോക്കി എടുക്കാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മഴക്കോളും പിന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പെരപ്പുറത്ത് കയറി നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ കളറ് എത്രയും എന്താ പറയുക, ഒറിജിനലായിട്ട് നമ്മൾ കണ്ണിൽ കാണുന്നത് പോലെ തന്നെ ഈ സാരിയുടെ ഒരു കളറ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സാരിയുടെ എക്സാക്റ്റ് കളറ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ താഴത്തെ പ്ലീറ്റ്സ് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ടക്കിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഞാൻ മുഖത്ത് അധികം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കണ്ണെഴുതി ഐ ഷാഡോസ് ഇട്ടു. പിന്നെ നന്നായിട്ടുള്ളൊരു റെഡ് ലിപ്സ്റ്റിക്കും കൂടെയാണ് ഇട്ടിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബ്രൈഡൽ മേക്കപ്പും കൂടെ ഈ ഒരു ലുക്കിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒരു ബ്രൈഡായി മാറിയെന്ന് എനിക്ക് തോന്നി. ഇത് കണ്ടപ്പം എനിക്ക് എൻ്റെ മൈൻഡ് വോയിസ് കാവിലെ ഭഗവതി ഇറങ്ങി വന്നതാണോ എന്നുള്ളതായിരുന്നു. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.